നമസ്കാരം. ഇന്ന് നാം സംസാരിക്കുന്നത് NABH കോഡ് പിങ്കിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ആശുപത്രിയിൽ ധാരാളം കുട്ടികൾ ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ ചില കുട്ടികളെ നാം OPയിലും അതേപോലെ തന്നെ IPയിലും നാം അഡ്മിറ്റ് ചെയ്യാറുണ്ട്. വളരെ റെയറായിട്ടാണെങ്കിലും ചിലപ്പോൾ കുട്ടികളെ കാണാതാവുകയോ അതേപോലെ ചിലപ്പോൾ കുട്ടികൾ അബ്യൂസിന് വിധേയമാകപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു കുട്ടിയെ കാണാതാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്താനാവാത്തൊരവസ്ഥയാണെങ്കിൽ കോഡ് പിങ്കിൽ ഉൾപ്പെട്ട ആൾക്കാർ അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവരെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലൊക്കെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം. ഒരു കുട്ടിയെ കാണുവാനില്ല എന്ന് നാം പറയുമ്പോൾ അത് ചിലപ്പോൾ അഭ്യൂഹമാവാം, അല്ലെങ്കിൽ കുട്ടിയുടെ വീട്ടുകാരുടെ കണ്ണിൽ കുട്ടി പെടാതെ പോയതുകൊണ്ടാവാം, അല്ലെങ്കിൽ കുട്ടി ചിലപ്പോൾ കളിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നതാവാം, ബാത്റൂമിലോ വാഷ്റൂമിലോ ടോയ്ലറ്റിലോ ഒക്കെ ചിലപ്പോൾ പോയതാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടിയെ ചിലപ്പോൾ തട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള മറ്റ് അബ്യൂസുകൾക്ക് കുട്ടി വിധേയമാവുകയോ ചെയ്യുന്നതും ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ഒരു പരാതി ഉണ്ടാവുകയാണെങ്കിൽ ആദ്യമേ ആ കുട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ കുട്ടിയെ കാണുവാനില്ല, ഇത് അഭ്യൂഹമല്ല, കുട്ടിയെ കാണുവാനില്ല എന്നുള്ള കാര്യം നമ്പർ 1 ആയിട്ട് നമ്മൾ കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശരിയായ രീതിയിലാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം കൺഫേം ചെയ്യുക. കൺഫേം ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് എനി ഡിലേ നമ്മൾ ഈ കാര്യം അനൗൺസ് ചെയ്യുക. ആ കുട്ടിയെ ഏത് വാർഡിലാണ്, ഏത് ബെഡിലാണ്, ഏത് റൂമിലാണ്, ഏത് സാഹചര്യത്തിലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അവിടെ വളരെ കൃത്യമായും നമ്മൾ അത് ബെഡ് നമ്പർ ഉൾപ്പെടെ അല്ലെങ്കിൽ OP നമ്പർ ഉൾപ്പെടെ IP നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളത് അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇതിനോടൊപ്പം തന്നെ ഇമ്മീഡിയറ്റായിട്ട് നമ്മുടെ സെക്യൂരിറ്റിക്കാരെ അലർട്ട് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള അല്ലെങ്കിൽ അകത്തേക്ക് കടക്കാനുള്ള എല്ലാ വാതിലുകളും ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഓരോ കോർണറും ഓരോ റൂമും ഇൻക്ലൂഡിങ് നമ്മുടെ നേരത്തെ പറഞ്ഞ വാഷ്റൂമോ ടോയ്ലറ്റ്സോ അല്ലെങ്കിൽ പ്ലേ സ്പേസോ അല്ല എന്നുണ്ടെങ്കിൽ ബെഡിന് താഴെയോ അല്ലെങ്കിൽ ജനറൽ വാർഡിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ റൂമിലോ ഒക്കെ ആയിട്ടാണെങ്കിൽ പോലും ഈച്ച് ആൻഡ് എവറി കോർണർ ഹാസ് ടു ബി എക്സാമിൻഡ്. അതായത് നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കളിക്കാനോ അല്ലെങ്കിൽ പേടിച്ചിട്ടോ നാണിച്ചിട്ടോ ഒക്കെ ചിലപ്പോൾ അവർ തന്നെ ചിലപ്പോൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ മൂക്കും വായും ഒക്കെ അടച്ചു പിടിച്ച് ഈ പറയുന്ന രീതിയിലുള്ള മറ്റ് ചില അബ്യൂസുകൾക്കൊക്കെ ആയിട്ട് ചിലപ്പോൾ കുട്ടികളെ ചിലപ്പോൾ മാറ്റപ്പെടാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് പറയുന്ന പോലെ ഓരോ ഏരിയയും ഹോസ്പിറ്റലിൻ്റെ ഓരോ ഏരിയയും വളരെ വ്യക്തമായും കൃത്യമായും നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ തന്നെ ഈ കോഡ് പിങ്കിൽ ഉൾപ്പെട്ട ഓരോ മെമ്പർമാരും അവർ ഈ പറയുന്ന ഏരിയയിൽ കൃത്യമായും വളരെ പെട്ടെന്ന് തന്നെ അസംബ്ലി ചെയ്യുകയും മേൽ പറഞ്ഞ രീതിയിലുള്ള തറോ ചെക്കപ്പിന് മുതിരുകയും വേണം. നമ്മൾ ആശുപത്രിയുടെ അകവും പുറവും എല്ലാം നമ്മൾ നല്ല വൃത്തിയായി സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചു. പക്ഷേ കുട്ടിയെ കാണുവാനില്ല എന്ന് നമ്മൾക്ക് പൂർണ്ണമായും ബോധ്യം വന്നാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. പോലീസിനെ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായ നമ്മുടെ ഉത്തരവാദിത്വം നാം നിറവേറ്റി, ധാർമ്മികമായ ഉത്തരവാദിത്വം നാം നിറവേറ്റി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു മിസ്സിങ് അല്ലെങ്കിൽ ഒരു അബ്യൂസ് നടന്നിട്ടില്ല എന്ന് നാം മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അലേർട്ട് നാം ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യണം. അതായത് കോഡ് പിങ്കിലുള്ള മെമ്പർമാർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായാൽ ആദ്യമേ ഇത് കൺഫേം ചെയ്യുക, രണ്ടാമത് അനൗൺസ് ചെയ്യുക, മൂന്നാമത് സെക്യൂരിറ്റിക്കാരെയോ മറ്റുള്ള മെമ്പർമാരെയോ ഉപയോഗിച്ച് ഹോസ്പിറ്റലിൻ്റെ
അകത്തേക്കും പുറത്തേക്കുമുള്ള എല്ലാ വാതിലുകളും ക്ലോസ് ചെയ്യുക. ഹോസ്പിറ്റൽ കംപ്ലീറ്റായിട്ട് സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടിയെ കണ്ടെത്തിയില്ല എങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യുക. കണ്ടെത്തുകയോ മറ്റു രീതിയിലുള്ള സമ്മർദ്ദ സാഹചര്യങ്ങളോ ഇല്ല എങ്കിൽ ഈ അലേർട്ട് നമ്മൾ വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോഡ് പിങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കേട്ട എൻ്റെ സുഹൃത്തുക്കളോട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു.